ജയിച്ചവരൊന്നും വിജയിച്ചിട്ടില്ല ഇല്ലാ ബിതൗബത്തിൻ വതആ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തതുകൊണ്ടാണ്, അല്ലാഹുവിനെ അനുസരിച്ചതുകൊണ്ടാണ് ലോകത്തെ രക്ഷപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെട്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചില പാപങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന്. അല്ലാഹുവിന്റെ അദാബിന് കാരണമാകാൻ ചില പാപങ്ങൾ മതിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഇന്നലിൽ ഹസനത്തി ദിയാഉൻ ഫിൽ വജ്ഹ്. നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖം എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾക്ക് ചില പണ്ഡിതന്മാരൊക്കെ കാണുമ്പോൾ വല്ലാതൊരു പ്രകാശമുണ്ടാവും. ഈ അടുത്ത് മഹാനായ യാഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് എന്നും നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ചില ആളുകളിലൂടെ അല്ലാഹു മറ്റു ചില ആളുകൾക്ക് പാഠമായി പഠിപ്പിക്കുകയാണ്. മഹാനായ യാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എന്നും കസ്തൂരിയുടെ സുഗന്ധവുമായി നടക്കുന്നു. എവിടെ പോയാലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം വരുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയും സുഗന്ധം പൂശി നടക്കുന്നത്? ഒരുപാട് ചെലവുണ്ടല്ലോ അല്ലേ? കസ്തൂരിക്കൊക്കെ ഇതിനൊക്കെ എന്താണ് വിലയുള്ളത്? ലക്ഷങ്ങളൊക്കെ വിലമതിക്കുന്ന സുഗന്ധങ്ങളാണല്ലോ. എന്തിനാണ് ഇത്രയും ചെലവഴിച്ച് നിങ്ങൾ നടക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള തുക എന്ന് ചോദിക്കുമ്പോഴാണ് സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇത് എനിക്ക് ഞാൻ സുഗന്ധം ഉപയോഗിച്ചിട്ടുള്ള മണമല്ല, സുഗന്ധമല്ല, ഇത് അല്ലാഹു എനിക്ക് തന്ന സുഗന്ധമാണ്. ഇതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ ഉപ്പയുടെ കടയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ്, ഞാൻ വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ്, പണ്ടേ എനിക്ക് സൗന്ദര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധയായ പെണ്ണ് എന്റെ ഷോപ്പിലേക്ക്, ഉപ്പയുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ട സാമഗ്രികൾ, അവൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും വാങ്ങി വലിയൊരു കെട്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, മോനെ എനിക്കിത് കൊണ്ടുപോവാൻ പറ്റുന്നില്ല, നീയൊന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണേ, എനിക്കിത് ഹെൽപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സഹോദരി ആ സുമുഖനായ ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു മനോഹരമായ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, വളരെ സുന്ദരിയായ ഒരു സുമുഖിയായ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ആ ചെറുപ്പക്കാരിയുടെ തന്ത്രമായിരുന്നു ഇത്. എങ്ങനെയെങ്കിലും അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്ന മോഹമുണ്ട്. ആ മോഹം ഈ വൃദ്ധയായ പെണ്ണിലൂടെ വളരെ തന്ത്രപരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്കെത്തി ഈ പെണ്ണ് ഈ സഹോദരനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ സഹോദരൻ ഓർത്തുപോയത്, പടച്ചോനെ അല്ലാഹുവേ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാൻ. നല്ല മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ പേടി ആളുകൾ, അവർക്ക് പിശാചിന്റെ ചില ദുർബോധനങ്ങൾ വരുമ്പോ, പിശാച് തിന്മകളിലേക്ക് അവരെ നയിക്കുമ്പോ അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു. അവർ അല്ലാഹുവിനെ ഉടനെ ഓർക്കും. അതേപോലെ പരിശുദ്ധമായ നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ് ഈ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. കൊളസ്ട്രോൾ കുറക്കാനല്ല, വയറ് കുറക്കാനല്ല, പെണ്ണെ സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിയല്ല, ഒരു ഡേറ്റിംഗിനുള്ള എളുപ്പ വഴിയല്ല. നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി തന്നത് ലഅല്ലകും തത്തഖൂൻ. ഈ നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം, തഖ്വയുള്ള ആളുകളായി മാറണം. അതിനാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ. ഏതായാലും അങ്ങനെ തഖ്വയുള്ള ആളായി മാറിയാൽ പിശാച് ശരീരത്തിലേക്ക് കടന്നു വന്ന് തോന്നിവാസങ്ങൾ പറഞ്ഞു തരുമ്പോഴേക്കും അല്ലാഹുവിനെ ഓർക്കുകയും അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ വേണ്ടി ഈ പെണ്ണ് ഓടി വന്നപ്പോഴേക്കും പെണ്ണിനോട് പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ വരട്ടെ. ഭടന്മാരുടെ കൂടെ, പരിചാരകരുടെ കൂടെ നല്ലൊരു പ്രൊട്ടക്ഷനിൽ ഈ ചെറുപ്പക്കാരന് ബാത്റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ബാത്റൂമിൽ ചെന്ന ഉടനെ അദ്ദേഹം മലവും കാഷ്ടങ്ങളും പൊറുക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുരുതുരാ തേച്ചു വരികയാണ്. അദ്ദേഹം മലം പൊറുക്കിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ, അദ്ദേഹത്തിന്റെ ശരീരങ്ങളിൽ തുരുതുരാ പുരട്ടി വന്നു. ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ശരീരവുമായി പെണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോ പെണ്ണിന് ആ സഹോദരനോട് അറപ്പ് തോന്നി, ആ സഹോദരനോട് വെറുപ്പ് തോന്നി. വിടടാ, ഇവനെ ഓടിച്ചു വിടടാ
എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകന്മാരോട് ആട്ടിയിറക്കാൻ പറഞ്ഞു. ഈ വ്യഭിചരിക്കാൻ വേണ്ടി, വ്യഭിചാര താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് കാഷ്ടം ആകെ തേച്ചു വന്നപ്പോൾ പെണ്ണവിടെ പറഞ്ഞേക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആരും കാണുന്നില്ല എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ആ സഹോദരൻ ഒരു അരുവിയുടെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് വസ്ത്രം മലക്കി, വസ്ത്രം വൃത്തിയാക്കി, ശരീരം കുളിച്ച് വൃത്തിയാക്കി വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരികയാണ്. ഇത് അള്ളാഹു കൊടുക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്. ഇത് മറ്റുള്ള ആളുകൾക്കൊരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഈ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധമാണ്. ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തു എന്റെ ശരീരത്തിൽ ഞാൻ തേച്ചത് കാരണം, പുരട്ടിയത് കാരണം അള്ളാഹു എനിക്ക് പകരം തന്നത് സുഗന്ധമാണ്, കസ്തൂരിയാണ് എന്ന് ആ സഹോദരൻ ആ പണ്ഡിതനോട്, ആ വ്യക്തിയോട് പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മൾ അങ്ങോട്ട് തേടിപ്പോവാൻ, ഇങ്ങോട്ട് വന്നാൽ ഏതായാലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അതിനൊക്കെ പുറം അങ്ങോട്ട് തേടിപ്പോവാൻ. ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് പടച്ചെറുപ്പിനോട് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നലിൽ ഹസനത്തു ളിയാഉൻ, നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും. വനൂറൻ ഫിൽ ഖൽബി, അവന്റെ ഹൃദയത്തിലും പ്രകാശമുണ്ടാകും. വസഅതുൻ ഫിൽ റിസ്ഖി, അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. വഖുവതുൻ ഫിൽ ബദനി, ജിമ്മിനൊന്നും പോണ്ട, വൈകുന്നേരം കളിക്കേണ്ട ആവശ്യമില്ല. വഖുവതുൻ ഫിൽ ബദനി, അവന്റെ ശരീരത്തിൽ നല്ല ശക്തിയുണ്ടാകും, ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും അവൻ. വമഹബ്ബതുൻ ഫീ ഖുലൂബിൽ ഖൽഖി, ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ വേണ്ടേ? നല്ല ഫിറ്റ്നസ് ഉള്ള ബോഡി, ഹെൽത്തി മൈൻഡ്, ആൻഡ് ജനങ്ങൾക്കൊക്കെ അല്ലാതെ ഇഷ്ടം വേണം. സമ്പത്തിൽ വിശാലത വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം. അതിന് നീ ചെയ്യേണ്ടത് നന്മയെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ നന്മ ചെയ്താൽ നിന്റെ മുഖം പ്രകാശിക്കും. നിനക്ക് ഫെയർലോലിയുടെയോ ഫൗണ്ടേഷന്റെയോ ആവശ്യമില്ല, നിന്റെ മുഖം പ്രകാശിക്കും. അതേപോലെ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടുന്നത് അല്ലാഹു സദാ സമയത്ത് തരുമെന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇനി ഒരാൾ തെറ്റ് ചെയ്താലോ, ഇനി ഒരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിലോ, നിരന്തരമായി കണ്ണ് സൂക്ഷിക്കാതെ ഫോൺ വീഡിയോകളുടെ അഡിക്റ്റ് ആകുന്ന ആളുകൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ കരുവാളിച്ചതുപോലെ സദാസമയം വ്യഭിചാരം കാണുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ, വ്യഭിചാരത്തിന്റെ താല്പര്യങ്ങളുള്ള കഥകൾ മെനയുന്നവർ, ഇവരെ കുറിച്ചാണ് പറയുന്നത്. തിന്മ ചെയ്യുന്ന ആളുകൾ വെളുത്തിട്ടാണെങ്കിലും അവരുടെ മുഖത്തിൽ ഒരു കറുപ്പുണ്ടാകും, കരിവാളിച്ച മുഖമായിരിക്കും, അവരുടെ ഹൃദയവും കറുത്തു പോകും. അതേപോലെ ശരീരമാകെ ക്ഷീണിച്ചു പോകും, അവർക്ക് ഭക്ഷണം കിട്ടൂല. ഒരുപാട് സമ്പത്തുണ്ടാകും, എന്നാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ വരെ മാറി നിൽക്കേണ്ടി വരും അവർക്കൊക്കെ. വവഹിനൻ ഫിൽ ബദനി വനഖ്സം ഫിൽ ജിസ്ഖി വബുഗ്ളൻ ഫീ ഖുലൂബിൽ ഖൽഖി, ജനങ്ങൾക്കെല്ലാം അവരെ വെറുപ്പായിരിക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അതേപോലെ മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ബഹായിമ, ലോകത്തുള്ള സകലമാന മൃഗങ്ങളും ലതൽഅനു ബനി ആദം, ആദം സന്തതികളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികൾ, നമ്മുടെ റോഡ് സൈഡിൽ അലക്ഷ്യമായി നടന്നു നീങ്ങുന്ന പേപ്പട്ടികൾ, മനുഷ്യനെക്കാളും വില ഇന്ന് നായകൾക്കാണല്ലേ? അല്ലെ, നായകളെ കൊല്ലാൻ പാടില്ല. എത്രയോ നായകൾ മനുഷ്യനെ കൊന്നാലും കുഴപ്പമില്ല, നായനെ കൊല്ലുമ്പോ നമ്മുടെ രഞ്ജിനി ഹരിദാസനൊക്കെ അരിശം കൊള്ളാൻ, അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാൻ. ഏതായാലും നായ അങ്ങനെ ജീവിക്കണം, മനുഷ്യൻ ചത്തുപോട്ടെ, കുഴപ്പമില്ല. എന്തായാലും അല്ലാഹു ബോധം കൊടുക്കട്ടെ. ഇന്നൽ ബഹായിമ, മുസ്തയമായും മൃഗങ്ങൾ, ലതൽഅനു ബനി ആദം, എല്ലാ സന്തതികളെയും ശപിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ക്ഷാമമുണ്ടായാൽ, മഴ വരാതെ വെള്ളമില്ലാതെ ഈ കാണുന്ന പുൽക്കൊടികളൊക്കെ ഉണങ്ങിപ്പോയി, മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ കടലിലും കരയിലുമുള്ള സകലമാന ജന്തുക്കളും മനുഷ്യരെയാണ് ശപിക്കുന്നത്. മഴ വരാതിരുന്നാൽ അവരൊക്കെ നമ്മെ ശപിക്കുകയാണ്. എന്നിട്ട് പറയും, ആദം സന്തതി തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മൃഗങ്ങൾ പറയുമെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ്. ഏതായാലും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു തആല ഒരു ആയത്ത് കൂടി നമ്മോട് ഉണർത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ
واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പ്രഗത്ഭനായ MLA നമ്മുടെ സദസ്സിലേക്ക് കടന്നുവരാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്ന് സുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി വികസനത്തിന്റെ പടപ്പാട്ടുമായി കഴിഞ്ഞ 5 വർഷം നമ്മൾക്ക് മഹനീയമായ നേതൃത്വം നൽകിയ അബ്ദുൾ റസാഖ് MLA നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് നമ്മൾക്ക് സ്തുത്യർഹമായ പ്രവർത്തനങ്ങളും വികസനങ്ങളും നമ്മുടെ നാട്ടിലും മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുവാനും ഇൻഷാ അല്ലാഹ് അടുത്ത ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 89,000 ആട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ഒരു ആയത്തിന്റെ അർത്ഥം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ഒരു നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ, വത്തഖൗ, അവർ തഖ്വയുള്ളവരായാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊക്കെ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രയാസമില്ലാതെ, റിസ്ക് ഇല്ലാതെ, വിഷമമില്ലാതെ അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അല്ലാഹു പറഞ്ഞേക്കുമെന്നാണ്. അതിനൊരൊറ്റ ഡിമാൻഡ് ഉള്ളൂ, നമ്മളൊക്കെ നന്മ ചെയ്യുക. അല്ലാഹു നമ്മളൊക്കെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ഒരു ഗ്രാമവാസികൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ, വത്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശലോകങ്ങളിലുള്ള സുഖങ്ങൾ അല്ലാഹു അയാൾക്ക് അയച്ചു കൊടുക്കും. വൽ അർളി, ഭൂമിയിലും ബറക്കത്തുണ്ടാകും. വലാകിൻ കദ്ദബൂ, എന്തേ ഇതുണ്ടാവാത്തത്? ആളുകൾ അല്ലാഹുവിനെ കളവാക്കാൻ തുടങ്ങി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അല്ലാഹു അവരെ ശിക്ഷിക്കാൻ തുടങ്ങി. മഴ നീളാൻ തുടങ്ങി. മഴ വന്നിട്ടും ചൂടില്ല, ശക്തമായ ചൂടാണ്. മഴ വന്നിട്ടും തണുപ്പ് ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല. അല്ലാഹുവിനെ വിശ്വസിക്കാതെ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്. അഫഅമിന അഹ്ലുൽ ഖുറാ, ഗ്രാമവാസികളെ നിങ്ങൾ നിർഭയരാകുന്നുണ്ടോ? അയ്യഅതിയഹും ബഅസുനാ, അല്ലാഹുവിന്റെ കോപം നിങ്ങളിലേക്ക് നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്ക വരുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പവിത്രമായ കാസർഗോഡിന്റെ ഭൂമികയിൽ, ഈ മഞ്ചേശ്വരം എന്ന മണ്ഡലത്ത് താമസിക്കുന്ന നമ്മളിലേക്ക് പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണോ? തിന്മകളിൽ നിരന്തരമായി വാദുകൾ കൊണ്ടോ ക്ലാസുകൾ കൊണ്ടോ മാറ്റമില്ലാതെ നിവാസികളായി നമ്മുടെ ചെറുപ്പക്കാരൻ മാറിപ്പോയാൽ, നമ്മുടെ നാട്ടുകാർ മാറിപ്പോയാൽ, അല്ലാഹു നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവന്റെ ഭീമാകാരമായ ഭയാനകമായ തിന്മകൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, ശിക്ഷകൾ കൊണ്ട് നമ്മെ നശിപ്പിക്കുമെന്നൊരു താക്കീത് ഖുർആൻ നൽകുകയാണ്. അവഅമിന അഹ്ലുൽ ഖുറാ, ഗ്രാമവാസികളെ നിങ്ങൾ പേടിക്കുന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? അയ്യഅതിയഹും ബഅസുനാ ളുഹാ, നിങ്ങളൊക്കെ രാവിലെ പ്രഭാതങ്ങളിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, മൊബൈൽ ഫോണുകളിലും സ്മാർട്ട് ഫോണുകളിലും മിനിമിൽറ്റി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഫഅമിനൂ മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ വരില്ല എന്ന് ഉറപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിക്കാത്ത ആളുകൾ, ലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജയപ്പെട്ടു പോയ ആളുകളെ അല്ലാഹുവിനെ പേടിക്കാത്തതുള്ളൂ, അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കാത്തതുള്ളൂ. ആ അദാബിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ തലയുടെ മുടികളൊക്കെ വികൃതമാവുന്നത്, നമ്മുടെ വേഷവിധാനങ്ങൾ വികൃതമാവുന്നത്. നിരന്തരമായിട്ട് അവയർനെസ്സും ക്ലാസുകളും കിട്ടിയിട്ടും കഞ്ചാവിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മൾ ഉണരാത്തത് തോന്നിവാസങ്ങളിൽ നിന്ന്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു നൽകുമെന്ന ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ ക്ലാസുകൾ സ്വീകരിക്കട്ടെ, വാളുകൾ സ്വീകരിക്കട്ടെ.